ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധു ദേവികയുമായി പോലീസ് പറഞ്ഞ പ്രകാരം തന്നെ മോർച്ചറിയുടെ ഭാഗത്തേക്ക് വരികയാണ്. അവിടെ എത്തിയതോടുകൂടി ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. സിദ്ധു എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ദേവിക റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ബോഡി കിട്ടി എന്ന് പറഞ്ഞില്ലേ, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. എന്താ സിദ്ധു ഈ പറയുന്നത്? ഒരിക്കലും നിത്യയാവില്ല. നിത്യമോൾ ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോഴത്തേക്കും പോലീസ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് നിത്യയുടെ ബാഗും നിത്യയുടെ മാലയൊക്കെ കൊണ്ടുവരികയാണ്. ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ദേവിക അത് നോക്കുന്നത്. അപ്പോൾ ദേവിക പറയുന്നുണ്ട്, എന്തിനാ സാറേ എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്? ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ, എന്നാലും നിങ്ങൾ ഇതൊന്ന് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ദേവികയുടെ കയ്യിൽ ആ പേഴ്സും മാലയും വളയൊക്കെ കൊടുക്കുന്നത്. അത് കണ്ടതോടുകൂടി ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ദേവിക കരയിൽ തുടങ്ങുന്ന സമയത്ത് പോലീസ് പറയണേ, എന്താണ് ഇത് നിങ്ങളുടേത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടേത് തന്നെയാണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇനി മോർച്ചറിയിൽ കയറി ബോഡി കാണാമെന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് കാണണ്ട എന്ന് പറയണം കേട്ടോ. അപ്പോൾ സിദ്ധു പറയണ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഇത് നിങ്ങളുടേത് തന്നെയാണല്ലേ, എങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ്, അതിന് ഞങ്ങൾ ഡോക്ടറെ കാത്തു നിൽക്കുകയാണ്, ഇതിലൊന്ന് ഒപ്പിടണം എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ദേവിക ആകെ അങ്ങ് തളർന്നു പോവുകയാണ്, സങ്കടം സഹിക്കാൻ വയ്യാതെ. അങ്ങനെ സിദ്ധു അതിലേക്ക് ഒപ്പിടാൻ വേണ്ടി നിൽക്കുമ്പോൾ പോലീസ് പറയണേ, നിങ്ങളെല്ലാം ഒപ്പിടേണ്ടത് ദേവികയാണ് എന്ന് പറയട്ടോ. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ദേവിക ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ദേവിക ആകെ അങ്ങ് സ്തംഭിച്ചു പോവുകയാണ്. ദേവികയ്ക്ക് കരയാനും കഴിയുന്നില്ല. ദേവിക ഒരു നിമിഷത്തേക്ക് അങ്ങ് മരവിച്ച് പോവുകയാണ്. എന്നിട്ട് സിദ്ധു പറയാണ്, എന്താ ദേവിക എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു, ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവും? അച്ഛനോട് എന്തു പറയും? അമ്മയും മുത്തശ്ശിയും ഞാൻ എന്തു പറയും? എന്തിനാണ് നിത്യമോൾ ഇങ്ങനെ ചെയ്തത്? എന്തായിരുന്നു അവളുടെ പ്രശ്നം? എന്തിനാണ് നിത്യമോൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ദേവികയുടെ കൈ അവിടെ ഇട്ടിങ്ങനെ ഇടിക്കുകയാണ് കേട്ടോ, സങ്കടം സഹിക്കാൻ കഴിയാതെ. എന്നിട്ട് ദേവിക അങ്ങ് പൊട്ടിക്കരയുകയാണ്. ദേവികയ്ക്ക് അട്ടഹസിച്ച് കരയണമെന്ന് തോന്നിപ്പോവുകയാണ്. ദേവികയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ എന്ത് കാണിക്കണമെന്നറിയാതെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ദേവിക. അപ്പോൾ സിദ്ധു പറയണേ, ദേവിക നീ സങ്കടപ്പെടല്ലേ. അപ്പോൾ പോലീസ് പറയണേ, ദേവികയെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, സിദ്ധു മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയട്ടെ. അങ്ങനെ ദേവികയുമായിട്ട് സിദ്ധു അവിടെ നിന്ന് പോവാണ്. അപ്പോഴത്തേക്കും അവിടെ ശരത്ത് പാത്തും പതുങ്ങിയും എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവർ പോയി എന്ന് കാണുമ്പോൾ ശരത്ത് പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പോലീസ് വേറൊരാളുമായി സംസാരിക്കുകയാണ് ഫോണിൽ. അപ്പോൾ ശരത്ത് വന്നതോടുകൂടി ഫോണ് കട്ട് ചെയ്യാണ്. എന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അപ്പോൾ അത് നിത്യ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ, ആ നിത്യ തന്നെയാണ്, അവർ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയട്ടെ, എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോർച്ചറിയിൽ കയറി കാണാമെന്ന് പറഞ്ഞപ്പോൾ ശരത്ത് അഭിനയിച്ചുകൊണ്ട് പറയണേ, വേണ്ട, എനിക്ക് കാണണ്ട, എൻ്റെ മനസ്സിൽ നിത്യമോളുടെ ഒരു മുഖം എൻ്റെ മനസ്സിലുണ്ട്, നിത്യക്കുട്ടിയുടെ ആ മുഖം മാത്രം മതി എനിക്ക് എന്നൊക്കെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടിയാണ് പോലീസിൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് ശരത്ത് പറയുന്നത്. അപ്പോൾ പോലീസിന് തന്നെ ഇവനിതൊക്കെ ആത്മാർത്ഥമായി കാണിക്കുന്നതാണോ എന്നുള്ള സംശയഭാവത്തോടു കൂടിയാണ് പോലീസ് നിൽക്കുന്നത്. അങ്ങനെ ശരത്ത് അവിടെ നിന്നോ അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് കുറച്ചങ്ങ് പോയി കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കുകയാണ് മോർച്ചടിയുടെ ഭാഗത്തേക്ക്. എന്നിട്ട് മനസ്സിൽ സന്തോഷിക്കുകയാണ്, നീ എന്തു കരുതിയടി നിത്യ, നീ എന്നെക്കുറിച്ച് ഇപ്പോൾ നിനക്ക് മോർച്ചറിയിൽ എത്തേണ്ടി വന്നില്ലേ എന്നുള്ള ഭാവത്തിലാണ് ശരത്ത് നോക്കുന്നത്. അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം സിദ്ധു പിന്നെ നിരഞ്ജനെ വിളിക്കുകയാണ്. എന്നിട്ട് നിരഞ്ജനോട് വിഷമത്തോടു കൂടി ഇക്കാര്യം പറയുകയാണ്, ഇനി മുതൽ നിത്യ നമ്മളോടൊപ്പം ഇല്ല. അത് കേട്ടപ്പോൾ നിരഞ്ജൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ സിദ്ധു പറയുന്നത്? എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഉണ്ടായത് എന്നൊന്നും അറിയില്ല, നിത്യയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നോ നിത്യ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നോ ഒന്നും അറിയില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നിരഞ്ജൻ പറയണ, എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ നിരഞ്ജൻ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ജയശങ്കർ ചോദിക്കുകയാണ്, എന്തു പറ്റി നിരഞ്ജൻ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ? അപ്പോൾ സ്വാമിയും അക്ഷരയും കാഞ്ചനയും ഒക്കെ ഉണ്ട്. എന്നിട്ട് ജയശങ്കർ ചോദിച്ചതിനുള്ള ഉത്തരം പറയുകയാണ് നിരഞ്ജൻ, ഇനി നമ്മളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി സ്വാമി പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ആ പെൺകുട്ടിയെ കാണാതായതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിരിക്കും. അപ്പോൾ അക്ഷര പറയണേ, ഇല്ല, അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അല്ല, ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാഞ്ചന പറയണേ, എന്ത് കാരണം? കല്യാണം മുടങ്ങി എന്ന് കരുതി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങ് ആത്മഹത്യ ചെയ്യുകയാണോ ചെയ്യുക? അതൊന്നുമില്ല. അപ്പോൾ അക്ഷര പറയണേ, കല്യാണം മുടങ്ങിയതിൽ നിത്യയ്ക്ക്
സന്തോഷമാണ് ഉണ്ടായിരുന്നത്. ആ ശരത്തുമായിട്ടുള്ള കല്യാണത്തിന് നിത്യക്കും ഇഷ്ടമില്ലായിരുന്നു. ഇത് അതൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ഇത് ആത്മഹത്യയല്ല കൊലപാതകം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ സംശയമുണ്ടല്ലേ എന്ന് സ്വാമി പറയുമ്പോൾ നിരഞ്ജൻ പറയണേ, നിങ്ങൾ വായിൽ തോന്നിയതൊന്നും പറയാൻ നിൽക്കണ്ട, ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്ന് വരട്ടെ, അതുവരെ നിങ്ങൾ ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു നടക്കരുത്. അപ്പോൾ സ്വാമി പറയണേ, എൻ്റെ വായ മൂടിക്കെട്ടാൻ നിങ്ങൾക്ക് കഴിയും, പക്ഷേ നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. പിന്നെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരു പക്ഷേ ദേവികയുടെ പേരിലല്ലേ സ്വത്തും വീടും എല്ലാം എഴുതി വെച്ചത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നിരഞ്ജൻ അങ്ങ് ദേഷ്യം പിടിക്കാണ്. സ്വാമിയോടല്ലേ പറഞ്ഞത് വേണ്ടാത്തത് പറയണ്ട, വേണ്ടാത്തത് സംസാരിക്കേണ്ട എന്ന്. സ്വാമി പറയണ, ഇല്ല, ഞാനായിട്ട് ആരോടൊന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ നിരഞ്ജൻ നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ അക്ഷര പറയണ, ഞാൻ കൂടി വരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, മോർച്ചറിയിൽ ഇനിയിപ്പോൾ എത്ര നേരം നിൽക്കേണ്ടി വരും എന്നൊന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറഞ്ഞ് നിരഞ്ജൻ തനിച്ച് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ സിദ്ധു ദേവികയുമായി വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക ഒരു മരപ്പാവയെ പോലെയാണ്, ഒന്നും അറിയാതെ ആകെ മരവിച്ച മട്ടിലാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീടെത്തിയ ശേഷം സിദ്ധു ദേവികയെ വിളിക്കുകയാണ്. ദേവിക വീടെത്തി എന്ന് പറയുമ്പോൾ ദേവിക അതൊന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെ ദേവികയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് സിദ്ധു. എന്നിട്ട് ദേവിക വീടെത്തി എന്ന് പറയുമ്പോഴാണ് ദേവിക പെട്ടെന്ന് കണ്ണു തുറക്കുന്നത്. എന്നിട്ട് ദേവിക വീണ്ടും വിഷമത്തോട് കൂടിയിട്ടാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത്. എന്നിട്ട് ദേവിക സിദ്ധുവിനോട് പറയാണ്, അല്ല ഞാൻ എന്ത് പറയും, വീട്ടിലുള്ളവർ നിത്യയെക്കുറിച്ച് ചോദിച്ച് ഞാൻ എന്ത് പറയും, ഞാൻ എന്താണ് ചെയ്യുക സിദ്ധു, എനിക്കൊന്നും അറിയില്ല, അച്ഛനോട് ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും, എന്നെ തനിച്ചാക്കി അവൾ ഇങ്ങനെ പോയില്ല, അവൾ എന്നോടൊപ്പം എല്ലാത്തിനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും പറയാതെ എന്നെ തനിച്ചാക്കി അവൾ പോയില്ലേ സിദ്ധു എന്നൊക്കെ പറഞ്ഞ് ദേവിക പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സിദ്ധുവിൻ്റെ മുന്നിൽ വിഷമം പറയുന്നത്. അപ്പോൾ സിദ്ധുവിനാണെങ്കിലോ എങ്ങനെ ദേവികയെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ സിദ്ധുവും വിഷമിക്കുകയാണ്. ദേവികയ്ക്ക് താങ്ങും തണലായി ആ വീട്ടിലിപ്പോൾ ഉണ്ടായിരുന്നത് നിത്യയാണെന്നുള്ളത് സിദ്ധുവിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ദേവിക പറയണേ, ഞാൻ ഓഫീസിൽ നിന്നും വരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കി അവൾ കാത്തിരിക്കും, അവൾ ഉണ്ടാക്കിയ ആ ചായ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു സിദ്ധു. നിത്യ ചെയ്ത ഓരോ കാര്യങ്ങളും സിദ്ധുവിനോട് ദേവിക കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്തിനാവും എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്, അവൾക്ക് അതിന് മാത്രം എന്ത് വിഷമമാണ് ഉണ്ടായത്, എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നതല്ലേ, ഞാൻ അവളോടൊപ്പം താങ്ങും തണലായിട്ട് ഉണ്ടായിരുന്നതാണല്ലോ, പിന്നെ എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവിക അങ്ങനെ കരയുകയാണ്. ഈ സമയം ശരത്താണെങ്കിലും മോർച്ചറിയിൽ നിന്നും നേരെ പിന്നെ പോകുന്നത് കാറിൻ്റെ ഭാഗത്തേക്കാണ്. റെയിൽപാളത്തിൻ്റെ കുറച്ച് തൊട്ട് മാറിയിട്ടാണ് കാറ് നിർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ശരത്ത് ബൈക്ക് നിർത്തിയ ശേഷം കാറിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. എന്നിട്ട് കാറ് വീണ്ടും സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീണ്ടും കാറ് ഓണാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശരത്ത് പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും ഇറങ്ങി ശരത്തിൻ്റെ കൂട്ടുകാരനായ ഒരു മെക്കാനിക്കിനെ വിളിക്കുകയാണ് കേട്ടോ ഷോപ്പിലേക്ക്. എന്നിട്ട് കാര്യം പറയണേ, എൻ്റെ കാർ ഇങ്ങനെ കേടായി കിടക്കുന്നുണ്ട്, റെയിൽപാളത്തിൻ്റെ തൊട്ട് കുറച്ച് അപ്പുറത്തായിട്ടാണ്, ഞാൻ അതിൻ്റെ കീ അതിൽ തന്നെ വെക്കുന്നുണ്ട്, നീ ഒന്ന് നോക്ക്, അത് എത്ര സ്റ്റാർട്ടാക്കിയിട്ടും സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയണം, ഞാൻ ഇതാ വരുന്നു ശരത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അങ്ങനെ ശരത്ത് എത്രയും പെട്ടെന്ന് ആ കാറ് കൂടി അവിടെ നിന്നും റെയിൽപാളത്തിൻ്റെ അവിടെ നിന്നും അങ്ങ് മാറ്റി നിടണം, എങ്കിൽ മാത്രമാണ് ഞാൻ പിടിക്കപ്പെടാതിരിക്കൂ, നിത്യയെ കൊണ്ടുവന്ന ഈ കാറ് ഇനി ആ തെളിവായിട്ട് അവശേഷിക്കാൻ ആരുടെ കണ്ണിലും പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് കാറ് നേരാക്കിയ ശേഷം പെട്ടെന്ന് നിന്നും കാർ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ശരത്ത് ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കൊന്നും ഇതുവരെയും ആരും കണ്ടുപിടിച്ചിട്ടില്ല, ഇതും കണ്ടുപിടിക്കില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരത്ത് ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടി നടക്കുന്നത്. ഇതോടുകൂടി ശരത്തിന്റെ എല്ലാ കള്ളങ്ങളും പുറത്താവാൻ ഒരുങ്ങുകയാണ്. നിത്യ മരിച്ചു എന്ന് കരുതിയ ശരത്തിന്റെ മുന്നിലേക്ക് ഇനി നിത്യയുടെ ഒരു വരവുണ്ട്, അവിടെ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ടാവും. ഇനി ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.